ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നിതാ ഒരു മോർണിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ ആദ്യം തന്നെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്ത് വിടാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ ഇന്ന് ചപ്പാത്തിയും എഗ്ഗും വെച്ചിട്ടുള്ളൊരു റോളാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ ചപ്പാത്തി ചുട്ടെടുത്തതിന് ശേഷം അതിലേക്കുള്ള എഗ്ഗ് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ എഗ്ഗിൻ്റെ പകുതി ഭാഗം നമുക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ ചപ്പാത്തി ഇതിലേക്ക് വെച്ചിട്ട് അതിൽ എഗ്ഗ് ആക്കിയതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. പല ദിവസം ബാക്കി വന്ന ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമാണ്. പിന്നെ ഇതിൽ മക്കൾക്ക് ഇഷ്ടമാണെങ്കിൽ ടൊമാറ്റോ സോസും ചീസൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ ഞാനിതുപോലെ കട്ട് ചെയ്തിട്ട് ബട്ടർ പേപ്പറിൽ റാപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കുന്നത് കുക്കുംബർ കട്ട് ചെയ്തതും ഇതുപോലത്തെ ബിസ്ക്കറ്റിൻ്റെ പാക്കും പിന്നെ ഇതാ ഇതുപോലത്തെ പുഡിങ്ങും ആണ്. പിന്നെ മക്കൾ ചായയൊക്കെ കുടിച്ച് ഒരു സ്കൂളിൽ പോയി. അപ്പോൾ രാവിലത്തെ ആ ഒരു തിരക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം സോഫയിൽ അങ്ങനെ ഇരുന്ന്. ഇന്ന് എന്താണെന്നറിയില്ല, മോൻ ഉണർന്നിട്ടൊന്നുമില്ല ഇനി കേട്ടോ. പിന്നെ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിലേക്ക് തന്നെ വന്ന്. അപ്പോൾ ഇതാ ഞാൻ ദോശ ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചത്. അപ്പോൾ അതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും അതുപോലെ മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തതും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് മൈദയും 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും ക്യാരറ്റും മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. വെള്ളം കുറച്ചായിട്ട് ചേർത്തിട്ട് അങ്ങനെയാണ് കേട്ടോ മിക്സാക്കി എടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോവും. ഇനി നമ്മൾ ദോശക്ക് ചുടണ പോലെ ചുട്ടെടുക്കുക. അപ്പോൾ ഒരു സൈഡായി വന്നാൽ മറ്റേ സൈഡും തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ദോശയ്ക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. ഇനി കറിയൊക്കെ ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണ്. ക്യാരറ്റൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ്. പിന്നെ കറി കൂട്ടി കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ക്യാരറ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് ഈ ഒരു ദോശ ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. ഓരോരുത്തർക്കും ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ ടേസ്റ്റ് ആവില്ല നിങ്ങൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ടേസ്റ്റ് പറയാനൊന്നും പറ്റില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്കത് ടേസ്റ്റായിട്ട് തോന്നണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ചായക്കുടിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ശേഷം പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. അപ്പോക്കിന് ഇതാ മോൻ ഉണർന്നിട്ടുണ്ടായിനി. പിന്നെ ഓനക്കുള്ള ദോശയും കൂടെ കൊടുത്ത് മോൻക്ക് ഈ ഒരു ദോശ ഇഷ്ടമായിട്ടുണ്ടായിനി കേട്ടോ. പിന്നെ ഇതാ രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ ചെടി വെച്ച ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. ചെടി വെക്കാൻ സ്റ്റാൻഡ് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് കുറേ ആയിട്ടോ. പക്ഷേ ഞാനിങ്ങനെ വാങ്ങാൻ മടിച്ചിങ്ങനെ നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ മോന് ചിലപ്പം ചെടിച്ചട്ടിയൊക്കെ താഴെയിട്ട് പൊട്ടിക്കലാവും. അപ്പോൾ ഓന് കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കുറച്ച് കീ ചെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടായിന് കേട്ടോ. ഇത് റെസിൻ വെച്ചിട്ട് ഉണ്ടാക്കിയ കീ ചെയിനാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും റെസിൻ എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് കീ ചെയിനും പിന്നെ ഫോട്ടോ ഫ്രെയിം അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ഇതിനൊക്കെ ഹോളിട്ട് കൊടുത്തിട്ട് കീ ചെയിനൊക്കെ ആക്കിയെടുക്കുകയാണ്. പിന്നെ ഇതുപോലത്തെ കീ ചെയിൻ മേൽ ഫോട്ടോ ഒക്കെ വെക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കീ ചെയിനും ഫോട്ടോ ഫ്രെയിമും അതുപോലെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ്, ചോക്ലേറ്റ് ഹാമ്പർ, പിന്നെ സർപ്രൈസൊക്കെ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ അതും, പിന്നെ ബർത്ത്ഡേ കേക്ക്, ആനിവേഴ്സറി കേക്ക് ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ റിംഗ് ആൽബം, പോളറൈഡ് ഫോട്ടോസ്, പിന്നെ റെസിനല്ലാത്ത ഫോട്ടോ ഫ്രെയിമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുവൈത്തിലുള്ളവർക്കാണ് കേട്ടോ നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ ആരെങ്കിലുമൊക്കെ കുവൈത്തിലുണ്ടെങ്കിൽ ഹസ്ബൻഡോ ബ്രദറോ ഫ്രണ്ട്സോ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതാ കൊക്കോ ലെമൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻസ്റ്റാ പേജിൽ ഒന്ന് മെസ്സേജ് അയച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസും ചാനലൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.